നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്ന വീഡിയോ സീരീസിലെ 98ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാ ആഴ്ചയും ചെയ്യുന്നത് പോലെ ഈ ആഴ്ചയും നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമ്മൾ 1 മന്ത്, അതിനുശേഷം വീക്കിലി, അതിനുശേഷം ഡെയിലി ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് നടത്തും. അതിനുശേഷം മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ളതെന്നും അതുപോലെ തന്നെ നല്ല സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ് എല്ലാം നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് വഴി നടത്താൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം 1 മന്ത് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ ഓരോ മന്തും ഓരോ ക്യാൻഡിലും റെപ്രസെൻ്റ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഓരോ മാസത്തെ ഉണ്ടായ പ്രൈസിലുണ്ടായ വേരിയേഷനാണ്. ഈ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ മെയ് മാസത്തിൽ നിഫ്റ്റിയിലുണ്ടായ പ്രൈസിലുണ്ടായ വേരിയേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്ത് തീർന്നിട്ടില്ല. അപ്പം ഇപ്പോൾ 16,266 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു വോൾ സിനാരിയോ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തെ ഒരു കാലയളവിൽ ഈ മാർക്കറ്റ് ഇങ്ങനൊരു ചാനലിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനൊരു ചാനലിലാണ് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം ഇനി ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ മെയ് മാസത്തെ ഈ ഒരു ക്യാൻഡിൽ തീർച്ചയായിട്ടും ഒരു ബീറിഷ് ക്യാൻഡിൽ തന്നെയാണ്, ഒരു ബീറിഷ് മന്ത് തന്നെയായിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് കഴിഞ്ഞ ഒരു വീക്കിൽ ഇവിടുന്ന് ഈ ഒരു റീജിയണിൽ ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു ബൈയിങ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വലിയൊരു വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ ഈ ക്യാൻഡിലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നേക്കാം. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം മന്ത്ലി വ്യൂവിൽ ചെറിയൊരു ബുള്ളിഷ് മൂവ്മെൻറ്റം നമുക്ക് ഈ മാസം ക്ലോസ് ചെയ്യുന്നതിനോട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാസ്റ്റ് വീക്കിലുണ്ടായ ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായ ബീറിഷ് ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീക്കിലിയിൽ ഇങ്ങനെയൊരു അപ്സൈഡ് മൂവ്മെൻറ്റം ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇനി നമ്മൾ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ ഈ ലാസ്റ്റ് ദിവസം ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലും നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞൊരു വീക്കിൽ നല്ല ഗ്യാപ്പ് അപ്പ്, അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ഒക്കെ മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റീജിയൻ ഇതൊരു നല്ല റെസിസ്റ്റൻസ് റീജിയനാണ്, അതുപോലെ തന്നെ ഇതൊരു നല്ല സപ്പോർട്ട് റീജിയനാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് 16,400 ഈ ഒരു അപ്സൈഡ് നമ്മളോട് ചേർന്ന് കിടക്കുന്ന റെസിസ്റ്റൻസ് റീജിയൻ. അപ്പോൾ 16,400 എന്ന റീജിയൻ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് തരികയാണെങ്കിൽ പിന്നെ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്ക് 16,800 സംതിങ് വരെ, ഈ 16,800 റീജിയൻ വരെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം അവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം അവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് ഒരുപാട് തവണ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ നിന്നൊരു ബ്രേക്ക് തന്ന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റം തന്ന് 16,800 വരെ നമുക്ക് ഒരു മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു റീജിയനൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതല്ല, ഇൻ കേസ് മാർക്കറ്റ് താഴോട്ടാണ് പോരുന്നതെങ്കിൽ തീർച്ചയായിട്ടും 15,770 റീജിയൻ, 15,770 റീജിയൻ അല്ലെങ്കിൽ 15,750 താഴെ ഒരു ക്ലോസിങ് തരികയാണ്. ഇങ്ങനൊരു ബീറിഷ് ക്യാൻഡിൽ ഡെയിലിയിൽ ക്ലോസിങ് തരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താഴോട്ടൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യണം. 15,400-450 റീജിയൻ വരെ അടുത്ത സപ്പോർട്ട് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടം വരെ ഒരു മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം മാർക്കറ്റിൽ വീക്കിലിയിലും ഡെയിലിയിലും നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്ലിയിൽ ചെറിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു താഴെ നിന്നൊരു അപ്സൈഡ് ഒരു ബയ്യേഴ്സ് ആക്റ്റീവായിട്ട് വലിയൊരു വിക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുന്നതിന് വരെ, അല്ലെങ്കിൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ചെയ്യുന്നതിന് വരെ അപ്പം അപ്സൈഡ് മൂവ്മെൻറ്റും തരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ മാർക്കറ്റ് നല്ല വാല്യുവേഷനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു നല്ലൊരു എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല എൻട്രീസ് എടുക്കാം, അല്ലെങ്കിൽ നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലൊക്കെ നല്ല സ്റ്റോക്കുകൾ മേടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ആവറേജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെയാണ് ഈ ഒരു റീജിയൻ. തീർച്ചയായിട്ടും ആവറേജ് ചെയ്യുമ്പോൾ നല്ല സ്റ്റോക്കുകളിൽ മാത്രം ആവറേജ് ചെയ്യുക, നല്ല ക്വാളിറ്റി സ്റ്റോക്കുകളിൽ മാത്രം. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അവർക്കുള്ള കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായിട്ട് ലഭിക്കും. ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത് എൻ്റെ അനാലിസിസാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചാർട്ട്സ്, ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻസ്, ഇങ്ങനെയുള്ള ചാനൽ ഇതെല്ലാം ഡ്രോ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എത്രമാത്രം ഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രമാത്രം നമ്മൾ കൂടുതലായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ.